ട്രംപ് തന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഇസ്രായേലിലേക്ക് അയക്കുന്നതിന്റെ ലക്ഷ്യം ഒരു കാരണവശാലും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമാധാനം ഇല്ലാതാകരുത് എന്ന് കരുതിയാണ്. അതിനിടയിലാണ് ഇസ്രായേൽ പാർലമെന്റായ കെനസെറ്റിൽ ഫലസ്തീന്റെ ഭാഗമായ വെസ്റ്റ് ബാങ്കിലെ ചില പ്രദേശങ്ങൾ വിഭജിച്ച് ഇസ്രായേലിനോടൊപ്പം ചേർക്കാനുള്ള പ്രമേയം വരുന്നത്. ആ നിയമത്തിന്റെ ആദ്യ പടി കടന്നു. ഇനിയും 2-3 കടമ്പകൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ അത് നിയമമാകൂ. എന്നാൽ ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അനുവദിക്കുകയില്ല. ഒരു കാരണവശാലും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇപ്പോഴത്തെ സമാധാന കരാർ ഇല്ലാതാകുന്ന തരത്തിൽ ഇസ്രായേൽ പെരുമാറാൻ അനുവദിക്കില്ല. വളരെ കൃത്യമായി തന്നെ ടൈം മാഗസിന് കൊടുത്ത അഭിമുഖത്തിൽ ട്രംപ് പറയുന്നു, ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അറബ് രാജ്യങ്ങളുമായി എനിക്ക് നല്ല ബന്ധമാണ്. ആ രാജ്യങ്ങൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ഒരു കാരണവശാലും ഇസ്രായേലിന്റെ ഈ നീക്കം ഞാൻ അനുവദിക്കില്ല. എന്റെ സമാധാന നീക്കം അട്ടിമറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇസ്രായേൽ ചെയ്താൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു തരത്തിലുള്ള പിന്തുണയും ഇസ്രായേലിന് പിന്നെ അമേരിക്കയിൽ നിന്ന് കിട്ടില്ല. മാത്രമല്ല, ഇസ്രായേലിന്റെ നിലപാടിനെതിരെയായിരിക്കും അമേരിക്കയുടെ നിലപാട്. ഇത്രയും കർശനമായി ഇതേവരെ ട്രംപോ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റോ പറഞ്ഞിട്ടില്ല.